മാംദാനി ഒന്നാമൻ്റെ വിജയം മാത്രമല്ല, മാംദാനി രണ്ടാമൻ്റെ വിജയവും കൂടി ഈ അമേരിക്ക കാതോർത്തിരിക്കുന്നു, വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു. മറ്റാരുമല്ല, മാംദാനി, സൊഹ്റാൻ മാംദാനി, ന്യൂയോർക്കിലെ മേയർ സ്ഥാനാർത്ഥി. പിന്നെ മാംദാനി രണ്ടാമെന്ന് പറയുന്നത് മിനസോട്ടയിലെ മാംദാനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിന്നെ ഉമർ ഫാത്തെ, അദ്ദേഹം മിന്നിയാപോലീസിലെ മേയറായിട്ട് മത്സരിക്കുന്നു. പിന്നെ രണ്ടുപേർക്കും പിന്നെ സാമ്യം വളരെ കൂടുതലുണ്ട്. രണ്ടുപേരും പിന്നെ ഇസ്ലാം മതവിശ്വാസികളാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ സ്ഥാനത്ത് വേറെ ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദു ആയിരുന്നെങ്കിൽ വലിയ പ്രശ്നം, വിവാദങ്ങൾ ഇത്രയും ഉണ്ടാകുമായിരുന്നു എന്ന് തോന്നുന്നില്ല. സൊഹ്റാൻ മാംദാനി ഉഗാണ്ടയിൽ നിന്ന് വന്ന ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ വംശജനാണ്. നേരെ മറിച്ച് പിന്നെ ഉമർ ഫാത്തെ സൊമാലിയക്കാരനാണ്. അദ്ദേഹത്തിന് 35 വയസ്സുണ്ട്. ഇവിടുത്തെ യഥാർത്ഥ മാംദാനിക്ക് 33 വയസ്സേ ഉള്ളൂ. എന്തായാലും ഇരുവരും സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ പ്രചോദിതരായിട്ട് പിന്നെ രംഗത്ത് വന്നിരിക്കുന്നവരാണ്. തീവ്ര സോഷ്യലിസ്റ്റ് നിലപാട്, പോലീസിനെതിരെയും അതുപോലെ തന്നെ പോലീസിനെതിരെയുള്ള നിലപാട്, അതുപോലെ തന്നെ ഈ സോഷ്യൽ സർവീസ് രംഗം ശക്തപ്പെടുത്തണം, പിന്നെ റെൻറ്റ് കൺട്രോൾ, അതുപോലെ ആളുകളെ വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കാൻ പാടില്ല, ചെറിയ കുറ്റങ്ങൾക്കൊന്നും പിന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ വരരുത്. ഈ 47% കുറ്റകൃത്യങ്ങൾക്കും പോലീസിനെ വിളിക്കുന്നത്, 47% കോളുകൾ വരുന്നതും എന്തെങ്കിലും ആയുധമെടുത്ത് പോലീസ് ഇടപെടേണ്ട ഒരു കാര്യത്തിനായിരിക്കില്ല, ചെറിയ കാര്യങ്ങൾക്കായിരിക്കും. അതിനൊന്നും ആയുധം ഉപയോഗിക്കുന്ന ഒരു സ്ഥിതി വരരുതെന്നാണ് ഉമർ ഫാത്തെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരുവരും തമ്മിൽ, ഇവരുടെ നിലപാടുകൾ തമ്മിൽ വലിയ സാമ്യമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും മുസ്ലിങ്ങളായതുകൊണ്ട് പിന്നെ തീവ്ര ക്രിസ്ത്യാനികളും തീവ്ര പിന്നെ ഹിന്ദുക്കളും ഇവർക്കെതിരെ അതിശക്തമായിട്ട് രംഗത്തുണ്ട് താനും. രണ്ടു കൂട്ടർക്കും ഇവരെ കണ്ടുകൂടാ. പക്ഷേ രണ്ടുപേരും ജയിക്കുന്ന ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ന്യൂയോർക്കിൽ മാംദാനി പിന്നെ ജയിക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പം പുതിയ പോളനുസരിച്ച്, പുതിയ അഭിപ്രായ വോട്ടെടുപ്പ് അനുസരിച്ച് ഈ എതിർ സ്ഥാനാർത്ഥികൾ ഇപ്പം 3 പേരുണ്ട്. പ്രധാനമായിട്ടും മുൻ ഗവർണർ ആൻഡ്രൂ കോമോ, അദ്ദേഹത്തിന് 26% വോട്ട് കിട്ടുന്നുണ്ട്, മാംദാനിക്ക് 42%. പിന്നെ അടുത്ത സ്ഥാനത്ത് ഒരു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാണ് കർട്ടിസ് ലീവ, അദ്ദേഹത്തിന് 17% വോട്ട് കാണുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ നിലവിലുള്ള മേയർ എറിക് ആഡംസ്, അദ്ദേഹത്തിന് 9%-മേ ഉള്ളൂ. അപ്പോൾ ഇവർ 3 പേരും കൂടെ നിന്നാൽ, പിന്നെ അങ്ങനെ 4 സ്ഥാനാർത്ഥികൾ നിന്ന് കഴിഞ്ഞാൽ ഈ മാംദാനി നിഷ്പ്രയാസം ജയിക്കും. അപ്പം കോമോയുടെ പിന്നെ കാമ്പയിൻ പറയുന്നത് ഈ മറ്റ് 2 സ്ഥാനാർത്ഥികളും എറിക് ആഡംസും കർട്ടിസ് ലീവായും അങ്ങ് മാറണം. അപ്പം പിന്നെ ഒരൊറ്റ സ്ഥാനാർത്ഥിയുള്ളൂ, 1 on 1. അപ്പോൾ അവർ തമ്മിൽ മത്സരിക്കുകയാണെങ്കിൽ പിന്നെ ആൻഡ്രൂ കോമോ ജയിക്കുമെന്നാണ് ഈ അഭിപ്രായ വോട്ടെടുപ്പിലും പറയുന്നത്. 52-42 ആ രീതിയിൽ ജയിക്കുമെന്ന് ആണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ മറ്റ് 2 സ്ഥാനാർത്ഥികളും മാറാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. കോമോ ഇങ്ങനെ വോട്ട് ഭിന്നിച്ചു പോകുന്നുള്ള കാര്യത്തിന് വലിയ തർക്കവുമില്ല. അപ്പം എങ്ങനെ വന്നാലും മാംദാനി ജയിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. എന്ന് മാത്രമല്ല, വാസ്തവം പറഞ്ഞാൽ ഈ മാംദാനി ഒരു മുസ്ലിമാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ പിന്നെ ഇന്ത്യക്കെതിരെയും, അത് ഗുജറാത്ത് കലാപത്തിൻ്റെ കാര്യത്തിൽ മോദിക്കെതിരെയും ഒക്കെ പറഞ്ഞ് അല്ലായിരുന്നുവെങ്കിൽ വാസ്തവം പറഞ്ഞാൽ അദ്ദേഹത്തെ പോലൊരു കാൻഡിഡേറ്റ് വരേണ്ടത് ആവശ്യമാണ്. ഒരു ശക്തമായ നിലപാടും ഒരു ഇടതുപക്ഷ നിലപാടും അതുപോലെ തന്നെ ഒരു ഫ്രഷ് വോയിസ്. ഈ നമ്മുടെ ഈ കണ്ടുമടുത്ത മുഖങ്ങൾ, കോമോയാണേലും മറ്റേ കർട്ടിസ് ലീവ ആണേലും എറിക് ആഡംസൊക്കെയാണ് കണ്ടുമടുത്ത മുഖങ്ങൾ. അവർക്ക് പുതിയ ആശയങ്ങളൊന്നുമില്ല, എല്ലാം പഴയ ആശയങ്ങൾ. പിന്നെ ഇപ്പോൾ കോമോയ്ക്ക് ഭരണപരിചയവും അങ്ങനെയുള്ള എക്സിക്യൂട്ടീവ് ചെയ്യാനുള്ള കഴിവുകളൊക്കെ ഉണ്ടെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ പുതിയ ആശയങ്ങളോ പുതിയ ഒരു രീതിയോ ഒന്നും കൊണ്ടുവരാനായിട്ട് അവർക്ക് കഴിവില്ല. അവരെല്ലാം ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമല്ലാത്ത ഒരാളാണ് സൊഹ്റാൻ മാംദാനി. വാസ്തവം പറഞ്ഞാൽ അങ്ങനെ ഒരാളാണ് ജയിക്കേണ്ടത്. പക്ഷേ ഇതാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. അപ്പം ഈ ഇന്ത്യക്കാരിൽ നല്ലൊരു പങ്ക് അദ്ദേഹത്തിന് ശക്തമായ എതിരാണ്. ഹിന്ദുക്കൾ, അതുപോലെ തന്നെ തീവ്ര ക്രിസ്ത്യാനികൾ. ഇനി മറ്റ് അമേരിക്കൻ ക്രിസ്ത്യാനികളിൽ തന്നെ നല്ലൊരു ഒരു വിഭാഗം പേർ അദ്ദേഹത്തെ എതിർക്കുന്നു, അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട്. വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യലിസ്റ്റ് നിലപാടുകളോട് എതിർപ്പുള്ളവർ പക്ഷേ ഈ ന്യൂയോർക്ക് സിറ്റിയിൽ നല്ലൊരു പങ്ക് മുസ്ലിങ്ങളുണ്ട്, അവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. പിന്നെ ഇടതുപക്ഷത്ത് നിൽക്കുന്നവരും പിന്നെ പാർട്ടി താല്പര്യങ്ങളില്ലാത്തവരും, പിന്നെ ഈ ന്യൂയോർക്ക് സിറ്റിയിലെ പണക്കാരോടുള്ള ദേഷ്യമുള്ളവർ, അരിശമുള്ളവർ. കാരണം അവർ ഈ വലിയ ഉന്നത സൗധങ്ങളിലും ബില്യൻസ് ഇട്ട് കളിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് തൊട്ട് താഴെയാണ് ഈ പട്ടിണി പാവങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ കഞ്ചാവ് വലിക്കുന്നതും അല്ലെ കൊക്കൈൻ ഉപയോഗിക്കുന്നതും ഒക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? അവർക്ക് ജോലിയില്ല, കൂലിയില്ല, പിന്നെ വിദ്യാഭ്യാസമില്ല. വിദ്യാഭ്യാസം കിട്ടാനായിട്ടുള്ള സാഹചര്യമല്ല അവരുടെ വീടുകളിലുള്ളത്. സിംഗിൾ മദർ, അപ്പനുണ്ടാവില്ല, സിംഗിൾ മദർ.
ഈ 4 മക്കളുണ്ടെങ്കിൽ, ഒരു സ്ത്രീക്ക് 4 മക്കളുണ്ടെങ്കിൽ അവർ 4 പിതാക്കന്മാരുടേതായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള അനാർക്കിസ്റ്റ് പിന്നെ ആ രീതിയിലാണ് അവർ വളർന്നു വരുന്നത്. വാസ്തവം പറഞ്ഞാൽ അമേരിക്കയിലെ ക്രൈസ്തവ സഭകളൊക്കെ ഈ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ ഈ പിന്നെ മിഷണറി പ്രവർത്തനത്തിനൊക്കെ വിടുന്നതിന് പകരം ഇങ്ങനെയുള്ള സമൂഹങ്ങളിലൊരു മാറ്റം വരുത്തുന്നതിനാണ് ശ്രമിക്കേണ്ടത്. അവരിൽ പിന്നെ ക്രൈസ്തവ മൂല്യങ്ങളോ അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങളോ ഒക്കെ അവരിൽ പഠിപ്പിച്ചെടുക്കുകയും അവരെ കുടുംബമായിട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ പിന്നെ ശ്രമിക്കുകയാണ് വേണ്ടത്. അത് ചെയ്യുന്നതിന് ക്രൈസ്തവ സമൂഹം, അമേരിക്കയിലെ ക്രൈസ്തവ സമൂഹം പാടെ പരാജയപ്പെടുന്നു എന്നുള്ളത് പിന്നെ ലജ്ജാകരമായൊരു കാര്യമാണ്. വലിയ പൊങ്ങച്ചമൊക്കെ പറയുകയും ഒക്കെ ചെയ്യുമെങ്കിൽ കൂടി. അപ്പം അങ്ങനെയാണ് സ്ഥിതിഗതികൾ. അപ്പം പുതിയ ആശയങ്ങളും പുതിയ പുതിയ ഒരു മുഖവും വരുന്നത് എന്തുകൊണ്ടും നമ്മൾ അതിനെ അതിനെ അനുകൂലിക്കാതിരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി പോലും തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇനി ഒമർ ഫാത്തയാണെങ്കിൽ അദ്ദേഹം സൊമാലിയയിൽ നിന്ന് വന്നയാളാണ്. അപ്പോൾ സൊമാലിയയിൽ നിന്ന് വന്നു. അപ്പോൾ ഇവിടെ മേയറായിട്ട് അദ്ദേഹത്തെ പാർട്ടി എൻഡോഴ്സ് ചെയ്തതാണ്. പാർട്ടി ഇവിടെ സൊഹ്റാൻ മാംദാനി ആണെങ്കിലും പ്രൈമറിയിൽ ജയിച്ചതാണ്. അതുപോലെ തന്നെ അവിടെ പാർട്ടി കൺവെൻഷനിൽ അദ്ദേഹത്തെ എൻഡോഴ്സ് ചെയ്തതാണ്. പക്ഷേ ആ കൺവെൻഷനിൽ വോട്ടിംഗ് ശരിയായ രീതിയിലല്ല നടന്നതെന്ന് പറഞ്ഞ് നിലവിലുള്ള മേയർ ഫ്രേ അദ്ദേഹം പരാതി കൊടുത്തു. അപ്പം സ്റ്റേറ്റ് പാർട്ടി DFL എന്നാണ്, ഡെമോക്രാറ്റിക് ഫാർമേഴ്സ് ലേബർ പാർട്ടി എന്ന മറ്റാണ് അവിടുത്തെ പാർട്ടിയുടെ പേര്. അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഏതാണ്ട് 28 പേര് ചേർന്നിട്ട് ആ ഇലക്ഷൻ റദ്ദാക്കി. അപ്പം പാർട്ടിയുടെ സ്ഥാനാർത്ഥി അല്ലാതായി ഉമർ ഫാത്തെ. പക്ഷേ എന്നാലും അദ്ദേഹം ഇലക്ഷന് നിൽക്കും. ഇലക്ഷനിൽ നവംബർ 4 ഇലക്ഷൻ നടക്കുമ്പോൾ അദ്ദേഹവും വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കിയത്, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കിയതെല്ലാം ആ ഇസ്ലാമോഫോബിയ കൊണ്ടും ഒക്കെയാണെന്നാണ്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോടുള്ള എതിർപ്പും ഇതൊക്കെ കൊണ്ടാണെന്നാണ് ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഒരു തിരിച്ചടിയാണതെല്ലാമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. എങ്ങനെയായിരുന്നാലും ഈ മാംദാനിമാർ വിജയിച്ചാൽ അതൊരു അതിശയമൊന്നും ആവില്ല, ഒരു മാറ്റമായിരിക്കും. ആകപ്പാടെ ഉള്ളത് ഈ മതപരമായ ഒരു കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ആണ് ഈ പ്രശ്നമുള്ളത്. അല്ലെങ്കിൽ അമേരിക്കക്കാർ എന്ന നിലയിൽ നോക്കുമ്പോൾ അതിൽ പ്രശ്നം വരേണ്ട കാര്യമില്ല. കാരണം പുതിയ ഫ്രഷ് വോയിസ് എന്ന നിലയിലാണ് നമ്മളവരെ കാണേണ്ടിയിരിക്കുന്നതും. എന്തായാലും നവംബർ 4 വരെ നമുക്ക് കാത്തിരിക്കാം.